മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ 5ാം പതിപ്പിന് കനകക്കുന്നിൽ പ്രൗഢഗംഭീരമായ തുടക്കം. വലിയ തിരക്കാണ് ആദ്യ പകൽ മുതൽ അനുഭവപ്പെടുന്നത്. നടൻ മമ്മൂട്ടി അല്പസമയത്തിനകം അക്ഷരോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. കെ മധു ചേരുന്നുണ്ട്. മധു, അങ്ങനെ ആശയങ്ങളുടെയും സംവാദങ്ങളുടെയും ഒക്കെ തന്നെ ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ ദിവസത്തെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എത്രത്തോളം അതിഥികൾ, സംവാദങ്ങൾ നടക്കുന്നുണ്ട്? ഉദ്ഘാടനം അല്പസമയത്തിനകം മലയാളത്തിൻ്റെ മഹാനടൻ നിർവഹിക്കാൻ പോകുന്നു. ഒരുക്കങ്ങളൊക്കെ പ്രജീഷ, ഔപചാരികമായി മേളയ്ക്ക് തിരിതെളിക്കുക എന്ന ഒരു ദൗത്യം മാത്രമേ ബാക്കിയുള്ളൂ. വളരെ 5ാം പതിപ്പിൻ്റെ ആദ്യ പകൽ അതിൻ്റെ ധൈഷണികമായ സംവാദങ്ങളാൽ, അതിൻ്റെ തുടർച്ചകളാൽ സമ്പന്നമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കനകക്കുന്നിൽ കാണാനാവുന്നത്. രാവിലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വൻകരകൾക്കിടയിൽ കടലുകൾ തീർത്ത അതിർത്തികളെ മായ്ച്ചു കളയുന്ന വിധത്തിൽ ആശയങ്ങൾ പരസ്പരം പൂരിപ്പിക്കുന്ന ഒന്നായി ഈ അക്ഷരോത്സവവും മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ വേദികളിലും വളരെ കൗതുകകരമായ, അതേസമയം ശക്തമായ സംവേദനങ്ങൾ സാധ്യമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത്. അല്പസമയത്തിനകം മമ്മൂട്ടി ഈ MBAFL 24 ഫെസ്റ്റിവലിന് ഈ പതിപ്പിന് ഔപചാരികമായ ഉദ്ഘാടനം കുറിക്കും. നമ്മുടെ പ്രിയപ്പെട്ട സാറ ടീച്ചർ, എഴുത്തുകാരി, ഒപ്പമുണ്ടാകും. ഈജിപ്ഷ്യൻ എഴുത്തുകാരി, ആ മേഖലകളിലെ സംഘർഷങ്ങളുടെ കഥകൾ പറഞ്ഞ മൻസൂറ സൽദീൻ ഒപ്പമുണ്ടായിരിക്കും. ഇവരെല്ലാം തന്നെ പല സെഷനുകളിലായി വരും ദിവസങ്ങളിലും തിരുവനന്തപുരത്തുണ്ട് എന്നുള്ളതാണ് ഈ മേളയെ ഏറ്റവും സാർത്ഥകമാക്കുന്നത്. നിശാഗന്ധിയിലേക്ക് ആളുകളുടെ ഒഴുക്കാണ് ഈ ഘട്ടത്തിലുള്ളത്. ഇതിനുശേഷം മമ്മൂട്ടിയുടെ ഈ ഉദ്ഘാടന ചടങ്ങിന് ശേഷമുള്ള ഘട്ടങ്ങളിൽ കാത്തിരിക്കുന്ന മറ്റൊരു സെഷനുണ്ട്. അത് 2 മേള വിദഗ്ധർ മട്ടന്നൂരും പെരുവനവും ഒന്നിച്ച് കൊട്ടിക്കയറാനെത്തുന്നു. അവർക്കൊപ്പം അതിൻ്റെ രഹസ്യങ്ങളെ ചോദിക്കാനും പറയാനുമായി തീർച്ചയായും നമ്മുടെ സിനിമാ താരം ജയറാമും ഉണ്ടാവും. അതിന് ശേഷം ഹണി റോസിൻ്റെ സെഷനുണ്ട്. സിനിമ താര ജീവിതങ്ങളെ കുറിച്ചുള്ള സെഷനുണ്ട്. വൈകാതെ എത്തുന്നു. പുതിയ കാലത്തിൻ്റെ സെൻസേഷനായി മാറിയിട്ടുള്ള ഹരിചരനും ബാൻഡും എത്തുന്നു ഈ സായാഹ്നത്തെ സംഗീത സാന്ദ്രമാക്കാൻ. രാവിലെ നിരവധി സക്കറിയയും സന്തോഷ് ജോർജ് കുളങ്ങരയും ചേർന്നുള്ള സെഷനുണ്ടായിരുന്നു. പാലാക്കാരുടെ ലോകസഞ്ചാരങ്ങളെക്കുറിച്ചുള്ളത്. വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. ഒപ്പം തന്നെ മഹാഭാരതത്തിൻ്റെ പുതിയ വായനകളുമായി, മഹാഭാരതത്തിൻ്റെ പലതരത്തിലുള്ള വായനകളുമായി KC നാരായണനും സന്തോഷ് കുമാറും ഒക്കെ എത്തിച്ചേർന്ന സെഷനുണ്ടായിരുന്നു. ഒപ്പം KS രാധാകൃഷ്ണൻ സാർ അടക്കമുള്ളവർ. വളരെ കാത്തിരുന്ന നിരവധി സെഷനുകൾ വരും ദിവസങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടുന്ന കാര്യം. സച്ചിദാനന്ദൻ മാഷാണ് മറ്റൊരു സെഷൻ ഉദ്ഘാടനം ചെയ്തത്. ലോക കവിതയുടെ കാലഘട്ടങ്ങളിലൂടെയുള്ള പരിണാമങ്ങളുടെയും എപ്പോഴും പുതുമയെ സ്പർശിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളെയും അദ്ദേഹം പറയുന്നു. തീർച്ചയായും ഞാൻ രാവിലെ പറഞ്ഞിരുന്നു, മലയാളിയെ സംബന്ധിച്ചിടത്തോളം വായനയിലേക്കുള്ള ഒരു തുറസ്, വായനയുടെ ഒരു സ്വാതന്ത്ര്യം നേടിത്തന്നു. അതിൻ്റെ തുടർച്ചയാണ് ഓരോ അക്ഷരോത്സവങ്ങളും എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ടത്, പണ്ട് തുഞ്ചത്താചാര്യൻ പറഞ്ഞതുപോലെ തന്നെ, നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യുക ഏണാങ്കാനനെ യഥാ കാനനെ ദിഗംബരൻ എന്ന് പറയുന്ന ആ ദിഗംബര നടനത്തിൻ്റെ, അക്ഷരത്തിൻ്റെ, വാക്കിൻ്റെ സ്വതന്ത്രമായ ആ ദിഗംബര നടനത്തിലേക്കുള്ള കാഴ്ചപ്പാടുകളുടെ തുറസ് അത് സാധ്യമാക്കുന്നു എന്നുള്ളതാണ് ഈ 5ാം പതിപ്പിൻ്റെ, മാതൃഭൂമി അക്ഷരോത്സവത്തിൻ്റെ ഈ 5ാം പതിപ്പിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. ഓരോ നിമിഷവും അനുഭവിക്കാനുള്ള എണ്ണമറ്റ ഘട്ടങ്ങൾ, എണ്ണമറ്റ സംവാദങ്ങൾ, ധൈഷണിക സംവേദനങ്ങൾ എല്ലാം സാധ്യമാക്കുന്നു എന്നുള്ളതാണ് ഈ മേളയുടെ ഒരു പ്രത്യേകത. അല്പസമയം മുമ്പ് നമ്മുടെ സിനിമാ നടൻ സിദ്ദിഖ് പറയുകയായിരുന്നു, സിദ്ദിഖിൻ്റെ പരിണാമങ്ങൾ എന്ന സെഷനിൽ എത്രത്തോളം മലയാളി ഓരോ ഘട്ടത്തിലും മാറി. കാഴ്ചയിലൂടെ, കേൾവിയിലൂടെ, കാതിലൂടെയും കാഴ്ചയിലൂടെയും പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മാറിയപ്പോൾ ആ മനസ്സുകൂടി എത്രത്തോളം പല പരിണാമങ്ങൾക്ക് വിധേയമായി എന്ന് തിരിച്ചറിയുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ തിരിച്ചറിവിനെ പഞ്ചേന്ദ്രിയങ്ങളും സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ കനകക്കുന്നിൽ കാണാനാവുന്നത്. പ്രതീക്ഷ മധു, ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ
മലയാളിയുടെയും ലോകത്തെമ്പാടുള്ള സാഹിത്യ സ്നേഹികളുടെയും ഒക്കെ തന്നെ മനസ്സിലേക്ക് വേരൂന്നിക്കഴിഞ്ഞു ഈ ഫെസ്റ്റിവൽ. ബഹുസ്വര സഞ്ചാരങ്ങൾ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. അതുകൊണ്ട് തന്നെ വിവിധ ഭാഷകളിലുള്ള പലതരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ സമന്വയിക്കപ്പെടുകയാണ്, വിവിധ വിഷയങ്ങളിലുള്ള എഡിഷനുകൾ. അതുകൊണ്ട് തന്നെ ഈ ബഹുസ്വര സഞ്ചാരങ്ങൾ എന്നതിൻ്റെ ആ ഒരു പദത്തിൻ്റെ ആ ഒരു പൂരണമുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു പ്രത്യേകതയുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈ ദിവസങ്ങളിൽ എത്രത്തോളം അനുഭവവേദ്യമാകാൻ കഴിയും മധു? അത് തന്നെയാണ് അടുത്ത പകലിനെ ഏറ്റവും ശ്രദ്ധേയമാക്കാൻ പോകുന്നതും. പ്രജീഷ്, കാരണം ബഹുസ്വര സഞ്ചാരങ്ങൾ എന്ന വിഷയം എന്തുകൊണ്ട് ചർച്ചയാക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനവും. കാരണം ഓരോ സ്വരവും അന്യൻ്റെ സ്വരം സംഗീതം പോലെ കേൾക്കണം എന്നൊക്കെ പഠിച്ച് വളർന്ന് അത് ഉൾക്കൊണ്ട് വളർന്നു വന്നവരാണ് നമ്മൾ. പക്ഷേ ഒരു വിദ്യ കൊണ്ട് പ്രബുദ്ധരാവണം എന്ന് ശ്രീനാരായണ ഗുരു ഒരു നൂറ്റാണ്ടിനപ്പുറത്ത് പറഞ്ഞതിന് ഇങ്ങോട്ട് പോരുമ്പോൾ എത്രത്തോളം നമ്മൾ പലതായി വിദ്യ കൊണ്ട് വിദ്യയെ എത്രത്തോളം സ്വന്തം കയറുകളാൽ കെട്ടിയിടാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ഘട്ടമുണ്ട്. മറ്റ് പലരെയും കേൾക്കേണ്ടതില്ല, അവനവനെ തന്നെ കേട്ടാൽ മതി, അത് മാത്രം ഉച്ചത്തിൽ കേട്ടാൽ മതി എന്ന വിധത്തിലൊക്കെ കാര്യങ്ങൾ പോകുമ്പോഴാണ് അങ്ങനെയല്ല. അത് അക്ഷരം പഠിക്കുന്നത്, അക്ഷരം പഠിപ്പിക്കുന്നത് കണ്ണു തുറപ്പിക്കലാണ്. പരസ്പരം കേൾക്കുന്നത്, പരസ്പരം സംവേദനം ചെയ്യുന്നത്, പരസ്പരം ആശയങ്ങൾ കൈമാറുന്നത് എല്ലാം ഭാവിയിലേക്കുള്ള ഓരോ ചുവടുകളാണ്. ആ ചുവടുകളിലൂടെ മാത്രമേ ഏത് സമൂഹത്തിനും മുന്നോട്ട് പോകാനാവൂ എന്ന ആ തിരിച്ചറിവ്. അതോടൊപ്പം തന്നെ ദിവസം കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു, ഓരോ ദിവസവും ഭാഷ മരിക്കുന്നു എന്ന ഒരു ആശങ്ക എന്തുകൊണ്ട് പങ്കുവെക്കേണ്ടി വരുന്നു എന്ന് MT വാസുദേവൻ നായർ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു. അതിന് അപ്പുറത്ത് ഭാഷകളും ആശയങ്ങളും മരിച്ചു വീഴുമ്പോൾ എല്ലാ ഭാഷകൾക്കും എല്ലാ ആശയങ്ങൾക്കും തുടർന്ന് പോകാനും തുടിച്ചു നിൽക്കാനുമുള്ള ഇടമുണ്ട് ഈ ഭൂമിയിൽ എന്നുള്ള ബോധ്യം പകരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ബഹുസ്വര സഞ്ചാരങ്ങളെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. ഈ ബഹുസ്വര സഞ്ചാരങ്ങൾ തീർച്ചയായും മനുഷ്യനും തമ്മിലുള്ളതാണ്. പക്ഷെ അത് മാത്രമല്ല, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ളതാണ്. മനുഷ്യനും ഓരോ മണൽത്തരിയുമായുള്ള സംവേദനങ്ങളാണ് എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു എന്നുമ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്ത് പഞ്ചഭൂതങ്ങളെയും സംശീകരിക്കുന്ന ഒന്നായി അക്ഷരമേളകൾ മാറുന്നത്, അക്ഷരം മാറുന്നത്. അക്ഷരം എന്നത് നശിക്കാത്ത ആ ആശയത്തിൻ്റെ ആ സാംസ്കാരിക കണ്ണിയായി തുടരുന്നു എന്നുള്ളിടത്തു കൂടിയാണ് ഇത്തരത്തിലുള്ള അക്ഷരോത്സവങ്ങൾ ശ്രദ്ധേയമാവുന്നത്. ഇവിടെ എല്ലാ വൻകരകളിൽ നിന്നും എഴുത്തുകാരെത്തുന്നു, എല്ലാ വൻകരകളിൽ നിന്നും ആശയങ്ങൾ കടന്നെത്തുന്നു. അവരുമായുള്ള സംവാദത്തിനുള്ള ഇടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ആ ഇടങ്ങളിലാണ് ഇത്തരം നമ്മുടെ മൗനങ്ങളെയും നമ്മുടെ സന്ദേഹങ്ങളെയും പൂരിപ്പിക്കാനുള്ള ഉത്തരങ്ങൾ പിറവിയെടുക്കുന്നത്. ആ ഉത്തരങ്ങൾ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മെ കൂടുതൽ സാംസ്കാരിക ഗരിമയുള്ളവരാക്കുന്നു, കുറച്ചുകൂടി നല്ല മനുഷ്യരാക്കാൻ സാധിക്കുന്നു എന്നുള്ളിടത്താണ് ഏറ്റവും പ്രധാനം. ആ തീർച്ചകളാണ് ഇത്തരം സാംസ്കാരിക ഉത്സവങ്ങളെ മറ്റ് പല ഉത്സവങ്ങളെക്കാളും മറ്റ് പല ഇടകലർപ്പുകളെക്കാളും മറ്റ് പല ഒന്നിച്ചു ചേർക്കലിനേക്കാളും ആ ഘട്ടങ്ങളിലൂടെയാണ്, ആ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പകൽ തുടക്കം മുതലേ, രാവിലെ മുതലേ നിരവധി സെഷനുകളിലായി ഓരോ എഴുത്തുകാരനും കടന്നു വരുമ്പോൾ, വിവിധ മേഖലകളിലെ പ്രഗത്ഭർ കടന്നെത്തുമ്പോൾ അത് എല്ലാം ഒന്ന് മെച്ചമായി തുടരുകയായിരുന്നു. അത് എല്ലാം ഓരോ നിമിഷവും ഈ പങ്കെടുത്തുന്ന കനകക്കുന്നിൽ 5ാം പതിപ്പിലാണ് ഇത്തവണ എത്തിയിട്ടുള്ളത്. ഈ 4 പതിപ്പുകളുടെ സംഘാടന മൂലധനം ഒരു വശത്തുണ്ട്, അതിനപ്പുറത്ത് പുതിയ ആശയങ്ങളെ പ്രക്ഷേപിക്കാനുള്ള ആ കരുത്തുണ്ട് എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തിയ ഒരു അക്ഷരോത്സവം. ആ അക്ഷരോത്സവം തീർച്ചയായും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച അക്ഷരോത്സവം എന്ന് തീർച്ചയായും പറയാവുന്ന ഒന്ന്. ആ 5ാം പതിപ്പിന് കനകക്കുന്നിൽ അല്പസമയത്തിനകം തിരിതെളിയുന്നു. ആളുകൾ ഈ ഘട്ടത്തിലും നിശാഗന്ധിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാനുള്ളത്. പ്രജീഷ്, മധു സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ വൻകരകളിൽ നിന്നുള്ള ആളുകൾ എത്തുമ്പോൾ അത് അക്ഷരങ്ങളുടെയും ആശയങ്ങളുടെയും ഒക്കെ തന്നെ കൂടിച്ചേരലായി മാറും, കൊമ്പുകോർക്കലായി മാറും. വിവിധ തരത്തിലുള്ള ആശയങ്ങളൊക്കെ രൂപപ്പെടുന്ന ഒരു ഭൂമികയായി അത് കനകക്കുന്ന് മാറുന്ന നിമിഷമാണ്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു, മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൊക്കെ, തലയെടുപ്പുള്ള മുതിർന്ന എഴുത്തുകാരൊക്കെ തന്നെ വന്നുകൊണ്ടേയിരിക്കുന്നു. പ്രധാനപ്പെട്ട ഇനി വരാനുള്ള ഇന്നിനി പ്രതീക്ഷിക്കുന്ന ഈ ചടങ്ങിലേക്ക് പ്രതീക്ഷിക്കുന്ന മറ്റ് അതിഥികൾ ആരൊക്കെയാണ്? ഉദ്ഘാടനം
അത് ഔദ്യോഗികമായിട്ടാണ് നിർവഹിക്കപ്പെടാൻ പോകുന്നത്. അതിൻ്റെ കൃത്യമായ ചടങ്ങ്, അതിൻ്റെ സമയക്രമം അതൊക്കെ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം ഇത്തവണത്തെ പ്രാതിനിധ്യം ഈ എഡിഷനുകളിലൊക്കെ ഇനി വരാൻ പോകുന്ന വളരെ പ്രമുഖമായ പ്രൗഢമായിട്ടുള്ള വിവിധ തരത്തിലുള്ള സെക്ഷനുകളുണ്ട്. അതിലൊക്കെയുള്ള പ്രാതിനിധ്യമൊക്കെ എങ്ങനെയാണ് മധു? തീർച്ചയായും 400-ലേറെ പ്രഭാഷകരാണ് ഈ 4 ദിവസങ്ങളിലായി കനകക്കുന്നിലെത്തുന്നത്. 300ഓളം സെഷനുകളുണ്ട്. അതിൽ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ എഴുത്തുകാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള സംവാദം എന്നുള്ളിടത്താണ്. ഇന്ന് തന്നെ 2 തവണ അത് പൂർത്തിയായിരുന്നു. വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ സംവാദം ഒരുപക്ഷെ ആത്മവിചാരണ കൂടിയായി മാറുന്നത് നമ്മൾ കാണാനാവുന്നുണ്ട്. രമേശ് ചെന്നിത്തലയും ബെന്യാമിനും കൂടിയുള്ള ഒരു സെഷനുണ്ട്. മമ്മൂട്ടി എത്തിച്ചേരുന്ന മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി ഈ മേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേരുകയാണ്. രമേശ് നേരത്തെ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലയും ബെന്യാമിനും തമ്മിലുള്ള സെഷൻ, അതിൻ്റെ പേര് തന്നെ മാന്തളിരും ആടുജീവിതവും എന്നുള്ളതാണ്. ആ വിധത്തിൽ മാന്തളിയിലെ കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ അതിലെ ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട്. സഭയും പാർട്ടിയും തമ്മിലുള്ള ബന്ധമുണ്ട്. അത്തരത്തിലുള്ള ഒരു സെഷനിലേക്കൊക്കെ പോകുമ്പോൾ ഔദ്യോഗികമായി മേളയുടെ തിരി തെളിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. മമ്മൂട്ടി എത്തിയിരിക്കുന്നു, സാറ ടീച്ചറുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ മൻസൂറ എൽ സദീൻ ഉണ്ട്, ഈജിപ്ഷ്യൻ എഴുത്തുകാരി. വളരെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലതരത്തിലുള്ള സംവാദങ്ങളിലെ പലതരത്തിലുള്ള സംഘർഷങ്ങൾക്കപ്പുറത്ത് നഷ്ടമാകുന്ന സഹിഷ്ണുതയുടെ ഇടം അത് തിരിച്ചു പിടിക്കുക. ഒരു നിമിഷവും ആ അസഹിഷ്ണുതയുടെ കടൽപ്പെരുക്കങ്ങൾക്കപ്പുറത്ത് സഹിഷ്ണുതയുടെ ദ്വീപും വികസിക്കേണ്ടതുണ്ട് എന്നുള്ള ബോധ്യപ്പെടുത്തലായി ഈ മേളകൾ മാറുന്നു.